ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നിഗൂഢവും അതേസമയം അപ്രതീക്ഷിത സംഭവങ്ങളുമായാണ് പശ്ചിമേഷ്യൻ യുദ്ധം മുന്നേറുന്നത്. ഇറാനും ഇസ്രയേലും അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളുമടക്കം യുദ്ധക്കളത്തിലുണ്ട്. ഇതിനിടയിലാണ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് റഷ്യയും ചൈനയും ഇറാനു പിന്നിൽ ഉറച്ചു നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും കടന്നുകയറ്റങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് ഈ വൻ ശക്തികൾ വിളിച്ചു പറയുമ്പോൾ പശ്ചിമേഷ്യയിലെ കരുനീക്കങ്ങൾ മാറുകയാണ്. ഇറാന്റെ കരുത്തിന് റഷ്യയുടെയും ചൈനയുടെയും പിന്തുണ കൂടി ലഭിച്ചാൽ പിന്നെ ആര് ജയിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല. പശ്ചിമേഷ്യയിലെ മാറുന്ന ഈ മഹാശക്തി സമവാക്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഇറാനെതിരായ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും സമീപകാല സൈനികാക്രമണങ്ങളെ റഷ്യയും ചൈനയും അതീവ ഗൌരവത്തോടെയാണ് കാണുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു പരമാധികാര രാഷ്ട്രത്തിനുമേൽ നടത്തുന്ന ഈ കടന്നുകയറ്റം ശത്രുത ഉടനടി അവസാനിപ്പിക്കണമെന്ന കടുത്ത താക്കീതാണ് റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും വരുന്നത്. ഇറാന്റെ പരമാധികാരത്തോടുള്ള ബഹുമാനം, ഉടൻ വെടിനിർത്തൽ, നയതന്ത്ര ചർച്ചകൾ പുനരാരംഭിക്കൽ എന്നിവയിൽ ഇരു രാജ്യങ്ങളും ഊന്നി പറയുന്നു. കേവലം ഒരു പ്രാദേശിക തർക്കം എന്നതിലുപരി ഇതൊരു ആഗോള യുദ്ധമായി മാറുന്നതിനെ റഷ്യയും ചൈനയും ഭയപ്പെടുന്നുണ്ടെങ്കിലും ഇറാനെ തകർക്കാൻ അമേരിക്കയെ ഇവർ അനുവദിക്കില്ലെന്നത് ഉറപ്പാണ്. പശ്ചിമേഷ്യൻ സംഘർഷം ലഘൂകരിക്കണമെന്ന് റഷ്യ ആവശ്യപ്പെടുമ്പോൾ അത് അമേരിക്കയ്ക്കുള്ള വ്യക്തമായ മുന്നറിയിപ്പ് കൂടിയാണ്. ഇറാൻ ഇതുവരെ ഒരു രാജ്യത്തോടും സൈനിക സഹായം ആവശ്യപ്പെട്ടിട്ടില്ല എന്നതും ഒരു വലിയ പ്രത്യേകതയാണ്. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും അത്യാധുനിക ആയുധങ്ങളെ സ്വന്തം മണ്ണിൽ നിന്ന് നേരിടാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ഇതുവരെ അതിന്റെ ആവശ്യം വന്നിട്ടില്ലായിരിക്കാം. എന്നാൽ റഷ്യയും ചൈനയും ഇറാനൊപ്പം സൈനികമായി കൂടിച്ചേർന്നാൽ ലോകത്തിന്റെ ഭൂപടം തന്നെ മാറുമെന്ന് ഉറപ്പാണ്. റഷ്യയുടെ അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ചൈനയുടെ സാമ്പത്തിക കരുത്തും ഇറാന്റെ ആത്മവീര്യവും ഒത്തുചേർന്നാൽ അത് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ അജണ്ടകളുടെ അന്ത്യം കുറിക്കും. ഖമേനി പകർന്നു നൽകിയ ആ ആത്മവിശ്വാസത്തിലാണ് ഇറാൻ ഇന്നും തല ഉയർത്തി നിൽക്കുന്നത്. ഇറാനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാമെന്ന അമേരിക്കയുടെ തന്ത്രമാണ് ഇവിടെ പാളുന്നത്. റഷ്യയും ചൈനയും നൽകുന്ന ഈ ശക്തമായ പിന്തുണ ഇറാന് വലിയൊരു നയതന്ത്ര കവചമാണ് ഒരുക്കുന്നത്. UN സുരക്ഷാ കൌൺസിലിൽ അമേരിക്കയുടെ നീക്കങ്ങളെ തടയാൻ റഷ്യയ്ക്കും ചൈനയ്ക്കും കഴിയും. സമാധാനം ലഘൂകരിക്കണമെന്ന് റഷ്യ ആവശ്യപ്പെടുമ്പോൾ അത് കേവലം ഒരു അഭ്യർത്ഥനയല്ല, മറിച്ച് റഷ്യയുടെ താൽപര്യങ്ങൾക്കെതിരെയുള്ള നീക്കങ്ങളെ സൈനികമായി നേരിടുമെന്ന സൂചനയാണ്. ഇതിനിടയിൽ ഇസ്രയേൽ തുടരുന്ന ആക്രമണങ്ങൾ വലിയൊരു ആഗോള പ്രത്യാഘാതത്തിന് കാരണമാകുമെന്നും വിശാലമായ പ്രാദേശിക സംഘർഷം തടയുന്നതിനുള്ള ചർച്ചകൾ പുതുക്കണമെന്നും ഇരു രാജ്യങ്ങളും ആവർത്തിച്ചു വ്യക്തമാക്കുന്നുണ്ട്. സ്വന്തം നാട്ടിലെ തീയണക്കാൻ കഴിയാത്ത വൊളോഡിമർ സെലൻസ്കി പശ്ചിമേഷ്യയിൽ ഇടപെടാൻ ശ്രമിക്കുന്നത് മറ്റൊരു കൗതുകമാണ്. ഇറാനിയൻ ബോംബാക്രമണങ്ങളിൽ നിന്ന് ഗൾഫിനെ രക്ഷിക്കാമെന്നും പകരമായി റഷ്യയുമായുള്ള യുദ്ധത്തിൽ തന്നെ സഹായിക്കണമെന്നും സെലൻസ്കി പറയുന്നത് വെറും രാഷ്ട്രീയ നാടകമായിട്ടാണ് നിരീക്ഷകർ കാണുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം തന്റെ രാജ്യത്തിന്റെ നിലനിൽപ്പിനായി ഉപയോഗിക്കാനുള്ള സെലൻസ്കിയുടെ ശ്രമങ്ങൾക്കിടയിലാണ് റഷ്യയും ചൈനയും ഇറാന് പിന്നിൽ അണിനിരക്കുന്നത്. ഇത് സെലൻസ്കിക്കുള്ള കടുത്ത തിരിച്ചടി കൂടിയാണ്. റഷ്യ പശ്ചിമേഷ്യയിൽ ശക്തമായ സ്വാധീനം ഉറപ്പിക്കുന്നത് അമേരിക്കൻ പക്ഷത്തുള്ളവരെയും പരിഭ്രാന്തരാക്കുന്നുണ്ട്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയം ഇപ്പോൾ വൻ ശക്തികളുടെ പരീക്ഷണശാലയായി കൂടിയാണ് മാറിയിരിക്കുന്നത്. അലി ഖമേനിയുടെ അന്ത്യത്തോടെ ഇറാൻ തകരുമെന്ന് കരുതിയവർക്ക് വലിയ തെറ്റുപറ്റിയിരിക്കുന്നു. റഷ്യയും ചൈനയും ഇറാനൊപ്പം ഉറച്ചു നിൽക്കുന്നതോടെ യുദ്ധത്തിന്റെ ഗതി തന്നെയാണ് ഇവിടെ മാറി മറിയാൻ പോകുന്നത്. ഒരു പരമാധികാര രാഷ്ട്രത്തിനുമേൽ കയർ കളിച്ചാൽ അതിന്റെ പ്രത്യാഘാതം ഭീകരമായിരിക്കുമെന്ന് അമേരിക്ക മനസ്സിലാക്കുന്ന നിമിഷം കൂടിയാണിത്. തോക്കുകൾക്കും മിസൈലുകൾക്കും അപ്പുറം വൻ ശക്തികളുടെ നയതന്ത്ര യുദ്ധം കൂടി ഇവിടെ നടക്കുന്നുണ്ട്. റഷ്യയും ചൈനയും ഇറാന്റെ കൈ പിടിച്ചാൽ അത് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ അധിനിവേശത്തിന്റെ അന്ത്യം കുറിക്കും. സമാധാനം എന്ന വാക്കിപ്പോൾ അകലെയാണെങ്കിലും ഈ പുതിയ സഖ്യങ്ങൾ ലോകക്രമത്തെ തന്നെ മാറ്റിയെഴുതുമെന്ന് ഉറപ്പാണ്.